വെൽക്കം ടു ഹിന്ദി മീഡിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റായ അൻമോൽ പ്യാർ. എന്താണ് അൻമോൽ പ്യാർ എന്ന് പറഞ്ഞാൽ അർത്ഥം? അൻമോൽ എന്ന് പറഞ്ഞാൽ അമൂല്യമായ, അൻമോൽ അമൂല്യമായ, പ്യാർ സ്നേഹം, അമൂല്യമായത്, അളക്കാൻ പറ്റാത്തത്, അളവറ്റത്, മൂല്യം കണക്കാക്കാൻ പറ്റാത്ത പ്യാർ സ്നേഹം, അതാണ് അതിൻ്റെ അർത്ഥം. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്കൊരു കഥ കേൾക്കാം. വളരെ പണ്ട് നടന്നൊരു കഥയാണേ. പണ്ട് ഒരു അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും. അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും മരത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അവരിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അമ്മക്കിളി കുട്ടിയെ ഉറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമ്മക്കിളി പാട്ട് പാടിക്കൊടുക്കുന്നുണ്ട്, കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കുഞ്ഞിക്കിളിക്ക് ഉറക്കം വരുന്നില്ല. അവസാനം അമ്മക്കിളി എന്ത് ചെയ്തു എന്നറിയോ? ഒരു ഇലയെടുത്തിട്ട് കുറച്ച് ഇലകൾ ചേർത്തിട്ട് ഇല കൊണ്ട് നല്ലൊരു കുഞ്ഞു തൊട്ടിലുണ്ടാക്കി. ആർക്ക് വേണ്ടി? നമ്മുടെ കുഞ്ഞിക്കിളിക്ക് വേണ്ടി നല്ലൊരു തൊട്ടിലുണ്ടാക്കി. ആ തൊട്ടിലിൽ കിടത്തി അമ്മക്കിളി കുഞ്ഞിക്കിളിക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കാറ്റ് വന്ന് തൊട്ടിലാട്ടിക്കൊണ്ടേയിരുന്നു. അമ്മ കഥ പറയാൻ തുടങ്ങി. എന്ത് കഥയായിരിക്കും അമ്മക്കിളി പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? എന്നാൽ കേട്ടോളൂ. അമ്മക്കിളി കഥ പറയാൻ തുടങ്ങി. അമ്മ എന്താ പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം ആകാശത്തെ അമ്പിളിക്ക് ഒരു മോഹം, ഒരു കൂട് കൂട്ടണം. നല്ല പട്ടുമെത്ത പോലെ പതുപതുത്ത കൂട്. മഴയത്തും വെയിലത്തും സുഖമായി ഉറങ്ങാൻ. അമ്പിളി മാമന് വലിയൊരാഗ്രഹം. ഹായ്, നല്ലൊരു പട്ടുമെത്ത പോലെ പതുപതുത്ത ഒരു കൂട് കൂട്ടണം. ഇങ്ങനെ കഥ പറഞ്ഞ് അമ്മക്കിളി ഉറങ്ങിപ്പോയി. അങ്ങനെ കഥ പറഞ്ഞ് അമ്മക്കിളി ഉറങ്ങിപ്പോയി. കുഞ്ഞിക്കിളി എന്തു ചെയ്തെന്നറിയോ? കുഞ്ഞിക്കിളി പതുക്കെ തൊട്ടിലിൽ നിന്ന് പുറത്തിറങ്ങി അവൾ തത്തി നടന്ന് മറ്റൊരു കൊമ്പിലെത്തി. ഇലകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ മുകളിൽ അമ്പിളി മാമൻ കണ്ണിറുക്കുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു, ഈ അമ്പിളി മാമൻ ഉറക്കമില്ലേ? ഇതെന്താ? എനിക്ക് മാത്രമല്ല, അമ്പിളിമാമന് ഉറക്കമില്ലല്ലോ. അമ്പിളിമാമൻ ആകാശത്തിരുന്ന് കണ്ണിറുക്കുന്നു. അമ്പിളിമാമൻ അവളെ പതുക്കെ വിളിച്ചു. ആജാ ബിട്ടിയാ, ആജാ ബിട്ടിയാ, വരൂ മോളെ, ഇങ്ങോട്ട് വാ. അമ്പിളിമാമൻ അവളെ വിളിച്ചു. എനിക്ക് പറക്കാൻ കഴിയില്ലല്ലോ. അവൾ സങ്കടപ്പെട്ടു. അപ്പോൾ അമ്പിളിമാമൻ എന്താ ചെയ്തതെന്നറിയോ? അമ്പിളിമാമൻ വന്ന് അവളെ വാരിയെടുത്ത് മാനത്തേക്ക് പറന്നുപോയി. അവൾ ചുറ്റും നോക്കി. ഹായ്, എന്തൊക്കെ കാഴ്ചകളായിരിക്കും അവൾ അവിടെ കണ്ടിട്ടുണ്ടാവുക മാനത്ത്? അവൾ ചുറ്റും നോക്കിയപ്പോൾ അവൾ കണ്ടത് കുറേ പഞ്ഞിത്തുണ്ടങ്ങൾ പറന്ന് നടക്കുന്നു. അല്ലേ? കുറേ പഞ്ഞിത്തുണ്ടങ്ങൾ പറന്ന് നടക്കുന്നു. അത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു, ചന്ദാ മാമ, ഈ ക്യാ ഹേ? അമ്പിളി അമ്മാവ, ഇതെന്താ? അവൾ ചോദിച്ചു. അപ്പോൾ അമ്പിളി അമ്മാവൻ എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ കിടക്ക കീറിപ്പോയി, എൻ്റെ ബെഡ് കീറിപ്പോയി. അതിൽ നിന്നുള്ള പഞ്ഞി കഷ്ണങ്ങളാണ് ഇങ്ങനെ പാറി നടക്കുന്നത്. പിന്നെ പിടിച്ചിട്ട് കിട്ടുന്നേയില്ല. എൻ്റെ കിടക്കയിലെ പഞ്ഞി കഷ്ണങ്ങളാണ് ഈ പാറി നടക്കുന്നതൊക്കെ എന്ന്. അപ്പം കുഞ്ഞിക്കിളി ചോദിച്ചു, ഓ അത് ശരി, അപ്പോൾ കിടക്ക കീറിപ്പോയത് കൊണ്ടാണല്ലേ മാമൻ ഉറങ്ങാത്തത്? അപ്പോൾ അമ്പിളി മാമൻ മറുപടി പറഞ്ഞു, അതല്ല, എനിക്ക് താരാട്ട് പാടിത്തരാനും തൊട്ടിലാട്ടാനും കഥ പറഞ്ഞു തരാനുമൊന്നും ആരുമില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത്. അമ്പിളിമാമൻ്റെ മുഖത്ത് വിഷാദം നിഴലിച്ചു. സങ്കടത്തോടെയാണ് അമ്പിളിമാമൻ ആ കാര്യം പറഞ്ഞത്. കുഞ്ഞിക്കിളിയുടെ കണ്ണുകൾ നിറഞ്ഞു.
അവൾക്ക് പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. അമ്മ എഴുന്നേറ്റ് കാണുമോ? എന്നെ കാണാതെ വിഷമിച്ച് കാണുമോ? അവൾ ആശങ്കപ്പെട്ടു. എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. ഉസ്നെ ചന്ദ മാമാസെ കഹ. അവൾ അമ്പിളി അമ്മാവനോട് പറഞ്ഞു, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. അമ്പിളി മാമൻ അവളെ അമ്മയുടെ അടുത്തെത്തിച്ചു. അവൾ അമ്മയെ ചേർന്ന് കിടന്നു. അവൾ അമ്പിളിമാമനെ നോക്കി കുഞ്ഞിക്കണ്ണിറുക്കി കാണിച്ചു. അപ്പോഴോ മേലെ നിന്ന് അമ്പിളിമാമൻ ചിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് കഥ ഇഷ്ടമായോ? നല്ല കഥ അല്ലേ? അമ്പിളിമാമൻ്റെ അടുത്ത് പോയ കുഞ്ഞിക്കിളിയുടെ കഥ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ഓക്കെ, പാഠത്തിൻ്റെ പേര് ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ? അൻമോൽ പ്യാർ, അമൂല്യമായ സ്നേഹം. ചിത്രത്തിൽ കണ്ടോ? ഒരു പക്ഷിയും ഒരു അമ്മക്കിളിയും കുറേ കുഞ്ഞിക്കിളികൾ കൂട്ടിൽ അല്ലേ? അമ്മക്കിളി കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നു. കണ്ടോ നിങ്ങൾ? പാവ അമ്മക്കിളിയിലെ ആ കുട്ടികളെ എന്തൊരു സ്നേഹമാണ് അമ്മക്കിളിക്ക്. അപ്പോൾ അമ്മക്കിളി ദൂരെ പോയി തീറ്റ തേടി വന്ന് കുഞ്ഞിക്കിളിയെ തീറ്റിക്കുന്നു അല്ലേ? എല്ലാവരും ഈ ചിത്രം നോട്ട് ബുക്കിൽ വരയ്ക്കണം. ഓക്കെ, ഈ അമ്മക്കിളിയെയും കുഞ്ഞിക്കിളിയെയും കൂടുമെല്ലാം നിങ്ങൾ ബുക്കിൽ വരയ്ക്കണം. ഓക്കെ, പ്യാരെ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നമ്മുടെ പാഠം ഒന്ന് നോക്കാം അല്ലേ? ഏറ്റവും മുകളിലായി നോക്കൂ, ഇക്കായി ഏക്ക്. ഇക്കായി എന്ന് പറഞ്ഞാൽ പാഠം, യൂണിറ്റ്. ഏക്ക് ഒന്ന്, ഒന്നാമത്തെ യൂണിറ്റിലെ പാഠമാണ് നമ്മളിവിടെ നോക്കുന്നത്. നോക്കൂ, പാഠത്തിൻ്റെ പേരെന്താണ്? അൻമോൽ പ്യാർ. എന്താണ് പാഠത്തിൻ്റെ പേര്? അൻമോൽ പ്യാർ, അമൂല്യമായ സ്നേഹം, വിലമതിക്കാനാവാത്ത സ്നേഹം. അൻമോൽ പ്യാർ, പ്രഷ്യസ് ലവ്. അതിന് വില മതിക്കാനാവില്ല, അതിന് വില കണക്കാക്കാനാവില്ല. അങ്ങനത്തെ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, ഇതിലാരൊക്കെയാണ് ഉള്ളത്? ഒരു ചിടിയ, അമ്മ ചിടിയുണ്ട് അല്ലേ? അമ്മ ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ പക്ഷി. ചിടിയ എന്ന് പറഞ്ഞ പക്ഷി. അമ്മ ചിടിയ, പിന്നെയോ നന്നി ചിടിയ, കുഞ്ഞു 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 ചിടിയ. നന്നി എന്ന് പറഞ്ഞാൽ കുഞ്ഞു, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. അപ്പോൾ നന്നി കിतनी चिड़िया है यहाँ पे? എത്ര പക്ഷികളുണ്ട് ഇവിടെ? एक दो तीन, तीन चिड़िया है ना? एक अम्मा चिड़िया और तीन नन्ही चिड़िया. കണ്ടില്ലേ? അപ്പോൾ ഈ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അമ്മ ചിടിയ ക്യാ കർ രഹി ഹേ? അമ്മ ചിടിയ നന്നി ചിടിയോ കോ खाना दे रहे हैं, खाना खिला रही है. क्या कर रही है अम्मा चिड़िया? अम्मा चिड़िया छोटी नन्ही चिड़ियों को, കുഞ്ഞ് പക്ഷികൾക്ക്, പക്ഷിക്കുട്ടികൾക്ക്, പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അല്ലേ? എല്ലാ അമ്മമാരും അങ്ങനെയാണ് അല്ലേ? വീട്ടിലൊക്കെ അങ്ങനെയല്ലേ? അതെ. അപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. അവരുടെ സ്നേഹം ഒരിക്കലും നമുക്ക് ആവാത്തതാണ്, അളക്കാനാവാത്തതാണ് അല്ലേ? അത് അൻമോലാണ്. ये कहाँ पर बैठी है? कहाँ बैठी है ये नन्ही चिड़िया? नन्ही चिड़िया എവിടെ ഇരിക്കുന്നത്? एक पेड़ पर है ना? पेड़ के डाली पर, ഒരു മരത്തിൻ്റെ കൊമ്പിലാണ്. पेड़ की डाली पर बैठ रही है कौन? अम्मा चिड़िया. और बच्चे नन्ही चिड़िया कहाँ है? नन्ही चिड़िया घोंसले के अंदर है. ഘോസ്ല എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്, നെസ്റ്റ്. നെസ്റ്റിനകത്താണ് പക്ഷിക്കുഞ്ഞുങ്ങളുള്ളത് അല്ലേ? അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് അമ്മ ചിടിയ. ഓക്കെ, ഈ ചിത്രം നിങ്ങളെല്ലാവരും വരച്ചോ? ഈ ചിത്രം എല്ലാവരും വരയ്ക്കണം. ഓക്കെ, എല്ലാവരും ഈ ചിത്രം വരയ്ക്കണേ. ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമുക്ക് നോക്കാം. തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ കണ്ടു അമ്മ പക്ഷിയും കുഞ്ഞു കിളികളും അല്ലേ? അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും ഭക്ഷണം കഴിക്കുകയാണ്. അമ്മക്കിളി കുഞ്ഞിക്കിളികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ അമൂല്യമായ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് നമ്മൾ കേട്ടത്. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ ആരാ? ഒരു അമ്മയും കുഞ്ഞും ഉണ്ടല്ലോ. ഇതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കുഞ്ഞാരാണ്? നോക്കാം. ഇതാണ് സീന. സീന 11 साल की लड़की, 11 വയസ്സുള്ള കുട്ടിയാണ് നിങ്ങളെപ്പോലെ. ആജ് സ്കൂൾ കാ പെഹ്ലാ ദിൻ, ഇന്ന് സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. മാ ഖാന ഖിലാ രഹി ഹേ, അമ്മ ഭക്ഷണം കഴിപ്പിക്കുകയാണ്.
അല്ലേ? ഉസ്നെ സോച്ച, അപ്പോൾ അവളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, കിത്തനി പ്യാരി മാ, എത്ര സ്നേഹമുള്ള അമ്മയാണ് എൻ്റെ അമ്മ. ഈ ഭക്ഷണം അമ്മ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, എൻ്റെ അമ്മ എത്ര സ്നേഹമുള്ള അമ്മയാണ്. അപ്പോൾ അവൾ മനസ്സിലൊരു പാട്ട്, ഒരു കവിത അവൾക്ക് ഓർമ്മ വന്നു. പ്യാരി മാ, സ്നേഹമുള്ള അമ്മ. प्यारी प्यारी अम्मा मेरी, मीठे मीठे गीत सुनाती, ताज़ा ताज़ा दूध पिलाती, तरह तरह का खाना देती, प्यारी प्यारी अम्मा मेरी, मीठे मीठे गीत सुनाती, ताज़ा ताज़ा दूध पिलाती, तरह तरह का खाना देती. ഹായ്, പ്യാരി പ്യാരി അമ്മ, പ്രിയമുള്ള എൻ്റെ പ്രിയപ്പെട്ട അമ്മ. മേരി, എൻ്റെ അമ്മ അല്ലേ? മീഠേ മീഠേ, മധുരമുള്ള സ്വീറ്റ്, ഗീത് സോങ്, സുനാത്തി, എന്നെ കേൾപ്പിക്കും, മധുരമുള്ള പാട്ടുകൾ എന്നെ കേൾപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ. താസാ താസാ ദൂധ് പിലാത്തി, താസാ ഫ്രഷായിട്ടുള്ള, നല്ല ഫ്രഷായിട്ടുള്ള താസാ ദൂധ്, മിൽക്ക്, പാല്, പിലാത്തി, എന്നെ കുടിപ്പിക്കുന്നു, തരക ഖാനാ ദേത്തി, പല തരത്തിലുള്ള ഭക്ഷണം, തരക പല തരത്തിലുള്ള ഖാന ഭക്ഷണം, ദേത്തി തരുന്നു അല്ലേ? അമ്മ എന്നെ, എന്ത് സ്നേഹമുള്ള അമ്മയാണ് എൻ്റെ അമ്മ. എനിക്ക് മധുരമുള്ള പാട്ടുകൾ കേൾപ്പിക്കും, എനിക്ക് പാടിത്തരും, പിന്നെയോ ഫ്രഷ് നല്ല പുതിയ പാല് എന്നെ കുടിപ്പിക്കും, പിന്നെയോ തരക പല തരത്തിലുള്ള ഭക്ഷണം എനിക്ക് ഉണ്ടാക്കിത്തരും. എന്ത് സ്നേഹമുള്ള അമ്മയാണ് എൻ്റെ അമ്മ. ഇതൊക്കെ ഓർക്കുകയാണ് നമ്മുടെ സീന. ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ചിത്രമേ ക്യാ ക്യാ ഹെ, ചിത്രമേ കോൻ കോൻ ഹെ. ചിത്രമേ ഏക് ഘർ ഹെ, ചിത്രമേ ഏക് ഘർ ഹെ. യേ ക്യാ ഹെ? യേ ഘർ ഹെ. ഇതെന്താണ്? ഇത് വീടാണ്. യേ കോൻ ഹെ? ഇതാരാണ്? യേ ഏക് ലഡ്കി ഹെ. യേ ലഡ്കി കോൻ ഹെ? ഈ പെൺകുട്ടി ആരാണ്? യേ സീന ഹെ. യേ കോൻ ഹെ? യേ സീന ഹെ. ठीक है, अभी देखें. ശരി, ഇനി നമുക്ക് നോക്കാം. സീന കെ ഘർ മേ കോൻ കോൻ ഹെ. സീന കെ ഘർ മേ കോൻ കോൻ ഹെ. സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? യേ കിസ്കാ ഘർ ഹെ? ഇത് ആരുടെ വീടാണ്? യേ സീന കാ ഘർ ഹെ. അഭി ദേഖേ, സീന കെ ഘർ മേ കോൻ കോൻ ഹെ. സീന കെ ഘർ മേ കോൻ കോൻ ഹെ. സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സീന കെ ഘർ മേ പിതാജി, മാതാജി और भाई है. സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സീന കെ ഘർ മേ, സീനയുടെ വീട്ടിൽ പിതാജി അച്ഛൻ, മാതാജി അമ്മ, और ഭായി ഹേ. വേറെ ആരാ ഉള്ളത്? സഹോദരൻ അല്ലേ? അത് അനിയനായാലും ഏട്ടനായാലും ഒക്കെ നമുക്ക് ഭായി എന്ന് പറയാം. ഓക്കെ, സഹോദരനും ഉണ്ട് അല്ലേ? ഇവിടെ ചോട്ടാ ഭായിയാണ് അല്ലേ? അപ്പം നോക്കാം. സീന കെ ഘർ മേ കോൻ കോൻ ഹേ? സീന കെ ഘർ മേ പിതാജി, മാതാജി और ചോട്ടാ ഭായി ഹേ. സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നാണ് ചോദ്യം. അപ്പം സീനയുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഭായി, സഹോദരൻ, ഇവരൊക്കെയുണ്ട് അല്ലേ? അപ്പോൾ സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് നമ്മൾ കണ്ടു. സീനയുടെ വീട്ടിൽ മാതാജിയുണ്ട്, പിതാജിയുണ്ട്, ഭായിയുണ്ട് അല്ലേ? ഇനി നിങ്ങളുടെ വീട്ടിൽ ബത്തായേ, ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ. ഇനി നിങ്ങൾ പറയൂ, ആപ്കെ ഘർ മേ, നിങ്ങളുടെ വീട്ടിൽ കോൻ കോൻ ഹേ, ആരൊക്കെയുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അത് നിങ്ങൾ പറയണം. ഓക്കെ, ശരി. ഇനി നമുക്ക് നോക്കാം. യേ കോൻ ഹേ? ഇതാരാ? ഇത് സീനയാണ് അല്ലേ? യേ സീന ഹേ. ठीक है, സീന കഹാ ജാ രഹി ഹേ. സീന എങ്ങോട്ടാണ് പോകുന്നത്? സീന എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടാൽ തന്നെ നമുക്കറിയാം. സീന സ്കൂൾ ജാ രഹി ഹേ. സീന കഹാ ജാ രഹി ഹേ? സീന സ്കൂൾ ജാ രഹി ഹേ. സീന കഹാ ജാ രഹി ഹേ? സീന എവിടെയാണ് പോകുന്നത്?
सीना स्कूल जा रही है. ठीक है. തബ് ആപ് ലോഗ് ക്യാ കർന. ശരി, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ സീന കാ ഘർ ഖീച്ചന, സീനയുടെ വീട് നിങ്ങൾ വരയ്ക്കണം. ठीक है. ശരി, ഓക്കെ. അപ്പോൾ ഇനി നോക്കാം. ഈ ക്യാ ഹെ? ഘർ, ഘാ ര, ഘർ, ഘാ ര. കൂട്ടി വായിക്കുമ്പോൾ ഘർ. ഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്. ശരി, ഇനി നമുക്ക് നോക്കാം. യെസ് സീന കാ ഘർ ഹേ. ഇത് ആരുടെ വീടാണ്? ഇത് സീന കാ ഘർ ഹേ. ഇത് സീനയുടെ വീടാണ്. സീന കെ ഘർ മേ, സീനയുടെ വീട്ടിൽ മാതാജി, പിതാജി और ഭായി ഹേ. സീന കെ ഘർ മേ, സീനയുടെ വീട്ടിൽ മാതാജി, പിതാജി और ഭായി ഹേ. ഓക്കെ. ഇനി നമുക്ക് ബത്തായെ ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ. ഇനി നിങ്ങൾ പറയണം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്. മനസ്സിലായോ? അപ്പോൾ സീന സ്കൂളിലേക്ക് പോയി. സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് നമ്മൾ കണ്ടു. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ. ഇനി സീന സ്കൂളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് കണ്ടതെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. സീന സ്കൂൾ കെ രാസ്തേമേ. സീന സ്കൂളിൽ പോകുന്ന വഴിയിൽ ആരെയാണ് കണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് സീന. അപ്പം സീന വേറൊരു കുട്ടിയെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, ക്യാ നാം ഹേ, എന്താണ് പേര്? ഇതാണ് സീന എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കുട്ടി സീനയെ സ്കൂളിലേക്കുള്ള വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ക്യാ നാം ഹേ, എന്താണ് പേര്? ക്യാ നാം ഹേ, എന്താണ് പേര്? അപ്പോൾ സീന മറുപടി പറഞ്ഞു, സീന. ഓർ തും, നീയോ, നിൻ്റെ പേരോ? എൻ്റെ പേര് സീന അല്ലേ, സീന എന്ന് അവൾ മറുപടി പറയുന്നു. ഓർ തും, നീയോ, നിൻ്റെ പേരെന്താ എന്ന് സീന ചോദിക്കുന്നു അല്ലേ. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നു ക്യാ നാം ഹേ എന്ന് അല്ലേ, എന്താണ് പേരെന്ന്. അപ്പം സീന പറഞ്ഞു, സീന. ഓർ തും, നിൻ്റെ പേര്, എൻ്റെ പേര് സീന എന്നാണ്, നിൻ്റെ പേരോ എന്ന് ചോദിക്കുന്നു. അപ്പം അതിന് ഈ കുട്ടി പറഞ്ഞ മറുപടി, മേ അനു, ഞാൻ അനുവാണ്. മേ, ഞാൻ, അനു, അനുവാണ്. കഹാ രഹത്തി ഹോ, നിങ്ങളെവിടെ താമസിക്കുന്നത്? കഹാ രഹത്തി ഹോ, എവിടെയാണ് താമസിക്കുന്നത്? അനു സീനയോട് ചോദിക്കുകയാണ്, കഹാ രഹത്തി ഹോ, എവിടെയാണ് താമസിക്കുന്നത്? മേ അനു, ഞാൻ അനുവാണ്, എൻ്റെ പേര് അനു എന്നാണ്. കഹാ രഹത്തി ഹോ, നിങ്ങളെവിടെയാണ് താമസം? അപ്പോൾ അതിന് സീന പറയുന്ന മറുപടി നോക്കൂ, അസ്പതാൽ കെ പാസ്, ഞങ്ങൾ ഹോസ്പിറ്റലിനടുത്താണ്. എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ചോദിച്ചപ്പോൾ സീന പറഞ്ഞു, അസ്പതാൽ കെ പാസ്, ആശുപത്രിയുടെ അടുത്ത്, ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? അസ്പതാൽ കെ പാസ്. കഹാ രഹത്തി ഹോ? അസ്പതാൽ കെ പാസ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ ആശുപത്രിയുടെ അടുത്ത്. അപ്പോൾ അടുത്ത ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പായി വീണ്ടും ചോദിക്കുകയാണ്, ക്യാ തും പാഞ്ച്വീ കക്ഷാമേ ഹോ, നീ 5ാം ക്ലാസ്സിലാണോ? ക്യാ തും പാഞ്ച്വീ കക്ഷാമേ ഹോ, നീ 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോൾ സീന പറഞ്ഞു, ഹാ അതെ, ഞാൻ 5ാം ക്ലാസ്സിലാണ് അല്ലേ. ഹാ അതെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി അവരെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? വാർത്താലാബ് ആകെ ബഠായേ. ഈ വാർത്താലാബ് എന്ന് പറഞ്ഞാൽ സംഭാഷണം, അവർ തമ്മിലുള്ള സംഭാഷണം. അവർ പിന്നീട് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ സ്കൂളിലെത്തി, നിങ്ങൾ പുതിയ ഒരു സ്കൂളിലെത്തി അവിടെയുള്ള കൂട്ടുകാരെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുക? അതുപോലെ സീനയുടെ കൂട്ടുകാരിയോട് ചോദിച്ചിട്ടുണ്ട്, കൂട്ടുകാരി സീനയോടും ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതണം. ഓക്കെ. അപ്പോൾ അനു സീനയോട് ചോദിക്കുന്നു, ക്യാ നാം ഹേ? സീന മറുപടി പറയുന്നു, മേ സീന. ഓർ തും, നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. പിന്നെ അനു ചോദിക്കുന്നു, ക്യാ
തും പാഞ്ച്വി കക്ഷാമേ ഹോ, നീ 5ാം ക്ലാസ്സിലാണോ എന്ന് ചോദിക്കുന്നു. അവൾ ഹ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് സീനയുടെ പ്രൊഫൈൽ. സീന കീ പ്രൊഫൈൽ. സീനയുടെ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പം നമുക്കറിയാം നോക്കാം. നാം എന്താണ്? പേര്. സീന കെ. സീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കുകയാണ് കേട്ടോ. സീന ആരാണ് എന്ന് നമുക്ക് ഇത് നോക്കിയാൽ കിട്ടും. ഈ പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നോക്കാം. നാം പേര് സീന കെ. സീന കെ. കക്ഷ ക്ലാസ് 5 അല്ലേ. സ്കൂൾ ഏതാണ്? GUP സ്കൂൾ വടകര. GUP സ്കൂൾ വടകര. ആയു പ്രായം വയസ്സ് 11. അപ്പോൾ സീനയുടെ പ്രൊഫൈലിൽ എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? നാം പേര് സീന കെ. കക്ഷ ക്ലാസ് 5. സ്കൂൾ GUP സ്കൂൾ വടകര. സ്കൂളിൻ്റെ പേര് GUP സ്കൂൾ വടകര. അപ്പം നമ്മുടെ സ്കൂൾ നമ്മൾ എന്താ കൊടുക്കുക? GHSS പെരുവള്ളൂർ എന്ന് കൊടുക്കും അല്ലേ. ആയു വയസ്സ് എത്രയാ? 11. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നോക്കൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? യേ മേരി പ്രൊഫൈൽ ഹേ. ഇത് എൻ്റെ പ്രൊഫൈലാണ്. അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രൊഫൈലാണ് ഈ കാണുന്നത്. ഇവിടെ നാം എന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേരെഴുതുക. കക്ഷ ക്ലാസ്, ഇവിടെ നിങ്ങളുടെ ക്ലാസ് എഴുതുക. സ്കൂൾ, ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക. ആയു വയസ്സ്, നിങ്ങളുടെ പ്രായം എഴുതുക. മനസ്സിലായോ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നോക്കാം. ശബ്ദ ബനായേ, വാക്കുകൾ ഉണ്ടാക്കാം. നോക്കൂ, ഈ അക്ഷരങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. അതുകൂടാതെ നമ്മൾ അക്ഷരം ചേർത്ത് കൊടുത്ത് നോക്കൂ. ഇപ്പോൾ ഇവിടെ മാ താ ജി എന്നെഴുതിയത് കണ്ടോ? ഈ താ എന്നിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു അക്ഷരവും ഇവിടെ ഒരു അക്ഷരം ചേർത്ത് കൊടുത്താൽ നമുക്ക് മറ്റൊരു വാക്ക് കിട്ടും അല്ലേ. ആ വാക്ക് എന്താണ്? പിതാജി എന്ന് നമുക്കിവിടെ എഴുതിക്കൂടെ? എഴുതാം അല്ലേ. അതുപോലെ ഇവിടെ ഒരു അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഘ കൊണ്ടൊരു ഘ ചേർത്തിട്ടൊരു വാക്കും പ്യാ ചേർത്തിട്ടൊരു വാക്കും ഉണ്ടാക്കാം ഇല്ലേ. അതെന്തായിരിക്കും ആ വാക്ക്? നമ്മൾ ആദ്യം പഠിച്ചില്ലേ? പ്യാർ എന്ന് പഠിച്ചില്ലേ? പ്യാർ അല്ലേ. രാ. അപ്പോൾ ഇവിടെ ഒരു രാന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഘർ എന്നും വായിക്കാം, പ്യാർ എന്നും വായിക്കാം അല്ലേ. അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ. ഇവിടെ ഒരക്ഷരം ചേർത്ത് കൊടുത്താൽ ഇവിടെ രീ എന്നുണ്ട്. ഇവിടെ മറ്റൊരക്ഷരം ചേർത്ത് കൊടുത്താൽ അത് മറ്റൊരു വാക്കാകും. ഇവിടെയും അതുപോലെ തന്നെ. നിങ്ങൾ വേറെ ഒരു അക്ഷരം ചേർത്ത് കൊടുത്താൽ ഇവിടെയും മറ്റൊരു വാക്ക് നിങ്ങൾക്ക് കിട്ടും. മേരി, പ്യാരി, അങ്ങനെ പലതും അല്ലേ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെയെല്ലാം നിങ്ങൾ പേര് ഓരോ വാക്കുകൾ ചേർത്ത്, അക്ഷരങ്ങൾ ചേർത്ത് ഓരോ വാക്കുകൾ ഉണ്ടാക്കണം. ഓക്കെ. അങ്ങനെ സ്കൂള് കഴിഞ്ഞു. വൈകുന്നേരം സീന സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ സീന എവിടെയാണ് ഉള്ളത് നോക്കൂ. ഷാം കോ സീന പതംഗ് കെ സാത്ത്. സീന ഇപ്പോൾ പട്ടത്തിൻ്റെ കൂടെയാണ്. ഒരു പട്ടം കണ്ടോ സീനയുടെ അടുത്ത്? പതംഗ് കെ സാത്ത്. സീന ഒരു പട്ടം ഉണ്ടാക്കുകയാണ്. ഇതാ ഇവിടെ കത്രികയുണ്ട്, പിന്നെ ഇല്ലേ ഗമ്മുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ വെച്ചിട്ട് സീന നല്ലൊരു ഭംഗിയുള്ളൊരു പട്ടം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഷാംകോ വൈകുന്നേരം സീന പതംഗ് കെ സാത്ത്. സീന പട്ടത്തിനോടൊപ്പം. സീന ഇവിടെ ഇരുന്ന് നല്ല ഭംഗിയുള്ളൊരു പട്ടം ഉണ്ടാക്കി. പട്ടം ചിരിക്കുന്നുണ്ട്. പട്ടത്തിന് നല്ല സന്തോഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പം സീന പറയാണ്, വാഹ് കിത്നി സുന്ദർ ഹോ. ഹായ്, എത്ര സുന്ദരിയാണ് നീ. കിത്നി സുന്ദർ ഹോ. എന്തൊരു ഭംഗിയുണ്ട് നിന്നെ കാണാൻ എന്ന് പറഞ്ഞ് സീന ആ പട്ടവുമെടുത്ത് പുറത്തേക്ക് പോയി പട്ടം പറത്തുന്നു അല്ലേ. പട്ടം പറത്തി പട്ടം സന്തോഷത്തോടു കൂടി പറന്നു പോവുകയാണ്. അപ്പോൾ സീന ചോദിക്കുകയാണ്, ഖുഷ് ഹോന, നീ ഹാപ്പി അല്ലേ? നിനക്ക് സന്തോഷമായില്ലേ? നീ വളരെ സന്തോഷവതിയല്ലേ എന്ന് പട്ടത്തിനോട് സീന ചോദിക്കുന്നു അല്ലേ. അപ്പോൾ സീന വന്ന് സീന നല്ലൊരു പത്തങ്ക് ഉണ്ടാക്കി. പത്തങ്ക് എന്ന് പറഞ്ഞാൽ പട്ടം.
അങ്ങനെ സീന പട്ടത്തിനോട് ചോദിക്കുന്നു, വാഹ് കിത്തനി സുന്ദർ ഹോ, നീ എത്ര സുന്ദരിയാണ്. എന്നിട്ട് സീന പട്ടം പറത്തുന്നു. പറത്തുമ്പോൾ തന്നെ സീന ചോദിക്കുകയാണ്, ഖുഷ് ഹോന, ഇപ്പോൾ നീ ഹാപ്പി അല്ലേ, നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നു അല്ലേ. അങ്ങനെ സീന പട്ടം പറത്തുന്നു അല്ലേ. പട്ടം പറത്തുന്നതിനിടയിൽ പട്ടം ഒരു മരത്തിൽ കുരുങ്ങി അല്ലേ. ഇത് കണ്ടോ നിങ്ങൾ? അയ്യോ, പട്ടം ഒരു മരത്തിൽ കുരുങ്ങി കിടക്കുകയാണ്. സീനയ്ക്ക് വലിയ വിഷമമായി. ക്യാ കരു, ഇനി എന്താ ചെയ്യുക? സീന കരയുകയാണ്. ക്യാ കരു, ഇനി എന്ത് ചെയ്യും? അയ്യോ എൻ്റെ പട്ടം എന്ന് പറഞ്ഞ് സീന കരയുന്നു. അപ്പോൾ സീനയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്? സീനയുടെ അടുത്ത് വന്ന് എന്താ ചെയ്തത്? സീനയുടെ അടുത്ത് വന്ന് പുതിയൊരു പട്ടം കൊണ്ട് കൊടുക്കുന്നു. അത് നിങ്ങൾ കണ്ടോ? സീന ക പിതാജി ഏക്ക് പത്തങ്ക്, ഒരു പട്ടം കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കുന്നു? സീന കെ പിതാജി ആർക്കാണ് കൊടുക്കുന്നത്? സീനയ്ക്ക് കൊടുക്കുന്നു. സീനയ്ക്ക് പട്ടം കൊടുക്കുന്നു. അപ്പോൾ സീന പറയാണ്, നെഹി നെഹി. സീന എന്താ പറയുക? നെഹി വഹി പത്തങ്ക് ചാഹിയെ, വേണ്ട, എനിക്ക് ആ പട്ടം തന്നെ മതി. നെഹി വഹി പത്തങ്ക് ചാഹിയെ, വേണ്ട, എനിക്ക് ആ പട്ടം തന്നെ മതി എന്ന് ആര് പറഞ്ഞു? സീന പറഞ്ഞു അല്ലേ. അപ്പോൾ സീന ഉണ്ടാക്കിയ ആ മരത്തിൽ കുരുങ്ങിയ ആ പട്ടം ത്തിന് പകരമായി അച്ഛൻ മറ്റൊരു പട്ടം വന്ന് കൊടുത്തപ്പോൾ സീന പറയുകയാണ്, വേണ്ട, നെഹി, വേണ്ട, വഹി പത്തങ്ക് ചാഹിയെ, ആ പട്ടം തന്നെ മതി എന്ന് പറയുന്നു അല്ലേ. അങ്ങനെ സീനയുടെ പട്ടം ഒരു മരത്തിൽ കുരുങ്ങി. സീനയ്ക്ക് സങ്കടം വന്നു. സീനയുടെ കരച്ചിൽ കണ്ട് അച്ഛൻ പുതിയൊരു പട്ടം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം അച്ഛനോട് സീന പറഞ്ഞു, വേണ്ട, നെഹി വഹി പത്തങ്ക് ചാഹിയെ, എനിക്ക് ആ പട്ടം തന്നെ മതി. അങ്ങനെ സീന ആ പട്ടത്തെ മരത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നു അല്ലേ. അങ്ങനെ അവൾ എങ്ങനെയൊക്കെയോ അതിനെ രക്ഷിക്കുകയാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അവൾ ആ പട്ടത്തെ രക്ഷിച്ചതിന് ശേഷം പട്ടം കുറച്ച് കീറിയിട്ടൊക്കെ ഉണ്ട് അല്ലേ. പട്ടത്തിനോട് സീന ചോദിക്കുകയാണ്, ദർദ് ഹുവാ ക്യാ, നിനക്ക് വേദനിച്ചോ? ദർദ്, വേദന, ഹുവാ, ഉണ്ടായോ? ദർദ് ഹുവാ ക്യാ, നിനക്ക് വേദനിച്ചോ നിനക്ക്? ദർദ് ഹുവാ ക്യാ, വേദനിച്ചോ എന്ന് പട്ടത്തോട് ആര് ചോദിക്കുന്നു? പട്ടത്തിനോട് ചോദിക്കുകയാണ് നമ്മുടെ സീന. അങ്ങനെ ആ പട്ടം തന്നെ സീന മരത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ ആ പട്ടത്തിനെ രക്ഷിച്ചു. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? രംഗ് ഭരേ, നിറം കൊടുക്കാം. നിറം കൊടുക്കൂ. ഏതിനാണ്? ഇവിടെ നല്ലൊരു പതംഗ് ഉണ്ട് അല്ലേ, കളറൊന്നും ചെയ്യാത്ത നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പതംഗിനെ കണ്ടില്ലേ? ഒരു പട്ടം കണ്ടോ? അപ്പോൾ ഈ പട്ടം നിങ്ങൾ നിറം കൊടുക്കണം. എങ്ങനെയാണ് നിറം കൊടുക്കേണ്ടതെന്ന് നോക്കുക. ഇവിടെ 1 എന്ന നമ്പർ കണ്ടോ? ഏക്ക് എന്ന് നിങ്ങളുടെ ഈ പട്ടത്തിൽ എവിടെയൊക്കെ കാണുന്നുണ്ടോ ആ നമ്പറിലൊക്കെ നിങ്ങൾ പീല, യെല്ലോ, മഞ്ഞ നിറമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി നമ്പർ 2 എന്ന നമ്പർ നിങ്ങൾ എവിടെയൊക്കെ കാണുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ കാല, ബ്ലാക്ക്, കറുപ്പ് നിറമാണ് കൊടുക്കേണ്ടത്. ഇനി തീൻ എന്ന് പറഞ്ഞാൽ 3 എന്ന നമ്പർ നിങ്ങൾ എവിടെയൊക്കെ പട്ടത്തിനകത്ത് കാണുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ ഹര നിറമാണ് കൊടുക്കേണ്ടത്, പച്ച നിറം. ഓക്കെ, പച്ച നിറമാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തതോ 4, നാലാമത്തെ നിറം 4. ഈ 4 എന്ന സംഖ്യ നിങ്ങൾ എവിടെയൊക്കെ കാണുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത് ലാൽ, റെഡ്, ചുവപ്പ് നിറമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിലെ പട്ടത്തിന് നിറം കൊടുക്കണം. ഓക്കെ, ഇനി എന്നിട്ടോ ബത്തായ് മേരാ നാം, നിങ്ങൾ എൻ്റെ പേര് പറയൂ എന്ന് പട്ടം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? പതംഗ് എന്നല്ലേ? ബത്തായേ, നിങ്ങൾ പറയൂ മേരാ നാം, എൻ്റെ പേര്. അപ്പം പേരെന്താണ്? ഇവിടെ പതംഗ് എന്ന് എഴുതണം അല്ലേ. നാം ദിയാ ഹെ തോ
ഫൂൽ കോ രംഗ് ദേ. അപ്പോൾ നിങ്ങൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൂവ് നിറം കൊടുക്കുക. നാം ദിയാ ഹെ തോ, പേര് കൊടുത്താൽ പിന്നെ ഫൂൽ കോ രംഗ് ദേ, ഈ പൂവിന് നിറം കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അവിടെ ശബ്ദാർത്ഥ് എന്ന് നിങ്ങൾ കണ്ടോ? ശബ്ദാർത്ഥ്, വാക്കുകളുടെ അർത്ഥങ്ങൾ, മീനിങ്സ് അല്ലേ? അൻമോൽ, അൻമോൽ എന്നതിൻ്റെ അർത്ഥം പ്രഷ്യസ്, അമൂല്യമായ അല്ലേ? ആയു, ആയു എന്ന് പറഞ്ഞാലോ? ആയു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജ്, പ്രായം. കണ്ടോ? പിന്നെ അടുത്തതോ കക്ഷ, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്, ക്ലാസ് അല്ലേ? അടുത്തത് ഖാന, ഖാന അർത്ഥം ഫുഡ്, ഭക്ഷണം. കണ്ടോ? അടുത്തത് ഗീത്ത്, സോങ്, ഗീത്ത് എന്ന് പറഞ്ഞാൽ പാട്ട്, പാട്ട് സോങ് അല്ലേ? പിന്നെ ഘർ, ഘർ എന്ന് പറഞ്ഞാലോ? ഹോം, ഹോം വീട്, അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? പിന്നെ താസ, താസ താസ ദൂധ് പിലായ എന്ന് കണ്ടില്ലേ? അപ്പോൾ നോക്കൂ, താസ അർത്ഥം പ്യുവർ, പ്യുവറായിട്ടുള്ള ശുദ്ധമായ, ശുദ്ധമായ പാല് എനിക്ക് എൻ്റെ അമ്മ തരും എന്ന് നമ്മൾ കണ്ടു അല്ലേ? പിന്നെ തരഹ്ക, ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ്, വ്യത്യസ്ത തരത്തിലുള്ള, വിവിധ തരത്തിലുള്ള അല്ലേ? അതാണ് തരഹ്ക എന്നാൽ അർത്ഥം. പിന്നെയോ ദേത്ത, ഗിവ്, നൽകുന്നു. ദേത്ത എന്ന് പറഞ്ഞാൽ ഗിവ്, നൽകുന്നു. പിന്നെയോ ദർദ്, ദർദ് എന്ന് പറഞ്ഞാൽ പെയിൻ, വേദന. ദൂധ്, ദൂധ് എന്ന് പറഞ്ഞാൽ മിൽക്ക്, പാൽ. പാഞ്ച്വീ കക്ഷ, പാഞ്ച്വീ കക്ഷ എന്ന് പറഞ്ഞാലോ? 5th സ്റ്റാൻഡേർഡ്. നിങ്ങളൊക്കെ 5th സ്റ്റാൻഡേർഡിലല്ലേ ഇപ്പോൾ? 5ാം തരം അല്ലേ? പിന്നെയോ പതംഗ്, പതംഗ് എന്ന് പറഞ്ഞാൽ കൈറ്റ്, കൈറ്റ് എന്താണ് അതിൻ്റെ അർത്ഥം? പട്ടം അല്ലേ? അത് നിങ്ങൾക്കറിയാം. ഇനിയോ പ്യാർ, പ്യാർ എന്ന് പറഞ്ഞാലോ? ലവ്, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലേ? ഇനി ഭായി, ഭായി എന്ന് പറഞ്ഞാലോ? ബ്രദർ, ബ്രദർ സഹോദരൻ അല്ലേ? ഇനി മാ എന്ന് പറഞ്ഞാലോ? മാം എന്ന് എഴുതിയാലും നമ്മൾ മാ എന്ന് വായിക്കണം. ഓക്കെ, മാ എന്ന് പറഞ്ഞാൽ മദർ, മദർ അമ്മ. പിന്നെയോ പിന്നെ മീഠ, മീഠ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്, സ്വീറ്റ് മധുരമുള്ള. മീഠേ മീഠേ ഗീത് സുനാത്തി എന്ന് കേട്ടില്ലേ നമ്മൾ? മധുരമുള്ള, മധുരമുള്ള അതായത് നല്ല ഇമ്പമുള്ള നല്ല പാട്ട് എന്നെ കേൾപ്പിക്കും എൻ്റെ അമ്മ എന്ന് പറഞ്ഞു അല്ലേ? പിന്നെയോ സുനാന, സുനാന എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മേക്ക് ഹിയർ, കേൾപ്പിക്കുക, കേൾപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? സുനാന. സംഘ്, ഇനി സംഘ് എന്ന് പറഞ്ഞാലോ? ടുഗദർ, ഒന്നിച്ച്, ഒരുമിച്ച്. സംഘ് സുലാത്തി, അമ്മയുടെ കൂടെ ഒന്നിച്ച് എന്നെ കിടത്തി ഉറക്കും. സുലാത്തി, സുലാത്തി എന്ന് പറഞ്ഞാലോ? ടു മേക്ക് സ്ലീപ്പ്, എന്നെ ഉറക്കുന്നു അല്ലേ? ഉറക്കുന്നു. പിന്നെയോ പിന്നെ എന്താ ചെയ്യുക? സുബ, സുബ എന്ന് പറഞ്ഞാൽ ഡോൺ, പ്രഭാതം, രാവിലെ അല്ലേ? ജഗാത്തി, ജഗാത്തി എന്ന് പറഞ്ഞാൽ ടു വേക്ക് അപ്പ്, ഉണർത്തുന്നു. രാവിലെ എന്നെ അമ്മ എന്നെ ഉണർത്തുന്നു. പിന്നെയോ നാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നെയിം, പേര്. പിന്നെയോ ഖുഷ്, ഖുഷ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, സന്തോഷം, സന്തോഷമുള്ള എന്നർത്ഥം. പിന്നെയോ ബച്ചാവ്, സേവ്, രക്ഷിക്കൂ. ബച്ചാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം സേവ്, രക്ഷിക്കൂ. അപ്പോൾ ഇത്രയും അർത്ഥങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പാഠം നന്നായി പഠിച്ച് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതി, ചിത്രം വരയ്ക്കാനുള്ളതും കളർ കൊടുക്കാനുള്ളതും എഴുതാനുള്ളതും എല്ലാം എഴുതി നല്ല കുട്ടികളാവണം. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.